പുതുമുഖങ്ങളുടെ ടീം VDS 10 വർഷങ്ങൾക്കിപ്പുറം അധികാരത്തിൽ തിരിച്ചെത്തിയ ടീം UDF അധികാരത്തിലേറുമ്പോൾ മുഖ്യമന്ത്രിയെപ്പോലെ തന്നെ മന്ത്രിസഭയ്ക്കും പുതുമുഖമാണ്. അധികാര വഴിയിലേക്ക് ആദ്യമായി എത്തുന്ന സതീശൻ മുഖ്യമന്ത്രി കസേരയിലേറുമ്പോൾ മന്ത്രിസഭയിലെ 14 പേരും പുതുമുഖങ്ങളാണ്. VD സതീശനെ കൂടാതെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ബിന്ദു കൃഷ്ണ, PC വിശ്വനാഥ്, M ലിജു, റോജി M ജോൺ, T സിദ്ദിഖ്, OJ ജനീഷ്, KA തുളസി എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള പുതുമുഖ മന്ത്രിമാർ. രമേശ് ചെന്നിത്തല, K മുരളീധരൻ, AP അനിൽകുമാർ എന്നിവർ കോൺഗ്രസിൽ നിന്നുള്ള മറ്റു മന്ത്രിമാർ. ചെന്നിത്തല ആഭ്യന്തരമന്ത്രി സ്ഥാനവുമായി രണ്ടാമനായിട്ടാകും മന്ത്രിസഭയിൽ വീണ്ടും എത്തുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBI അന്വേഷണം ഉന്നതരിലേക്ക്. കേസിൽ അറസ്റ്റിലായ അധ്യാപിക മനീഷ ഗുരുനാഥിനെ 14 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളായ അധ്യാപകരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് CBIയുടെ നീക്കം. അതേസമയം നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ കഴിഞ്ഞ വർഷവും ചോർന്നു എന്ന സംശയവും CBIക്കുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ BJP നേതാവ് ദിനേശ് ബിവാലിന്റെ അടുത്ത ബന്ധുക്കളായ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് കിട്ടിയതിലാണ് അന്വേഷണം. UDF മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പ് ലഭിച്ച K മുരളീധരൻ കടുത്ത അതൃപ്തിയിൽ. വകുപ്പിൽ എതിർപ്പറിയിച്ച മുരളീധരൻ വൈദ്യുതിയെങ്കിൽ ചുമതല ഏൽക്കാനില്ലെന്ന് വ്യക്തമാക്കിയതായാണ് വിവരം. നേരത്തെ ആരോഗ്യവകുപ്പാണ് മുരളീധരൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ VD സതീശൻ മന്ത്രിസഭയിൽ വകുപ്പുകൾ KC വേണുഗോപാൽ വിഭാഗം കൈയടക്കിയതോടെയാണ് മുരളീധരന് വകുപ്പ് നഷ്ടപ്പെട്ടത്. KC വേണുഗോപാൽ വിഭാഗത്തിന്റെ ഭാഗമായ AP അനിൽകുമാറിനാണ് ആരോഗ്യം ലഭിച്ചിരിക്കുന്നത്. 2004 AK ആന്റണി മന്ത്രിസഭയിലും മുരളീധരൻ 3 മാസത്തോളം വൈദ്യുതി മന്ത്രിയായിരുന്നു. വീണ്ടും അതേ വകുപ്പ് തന്നെ നൽകിയതിലാണ് അദ്ദേഹം തന്റെ ശക്തമായ വിയോജിപ്പ് നേതൃത്വത്തെ അറിയിച്ചത്. ലത്തീൻ സഭ നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചേക്കും. വിൻസെന്റിനെ മന്ത്രിയാക്കാത്തതിൽ ലത്തീൻ സഭയ്ക്ക് കടുത്ത അതൃപ്തി. നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചേക്കും. പരസ്യ പിന്തുണ നൽകിയിട്ടും വേണ്ട പരിഗണന കിട്ടിയില്ലെന്ന് സഭാ നേതൃത്വം അറിയിച്ചു. നേരത്തെ കുറ്റ്യാടി MLA പാറയ്ക്കൽ അബ്ദുള്ളയ്ക്ക് മന്ത്രിസ്ഥാനം നിഷേധിച്ചതിൽ കോഴിക്കോട്ടും പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. മന്ത്രിസ്ഥാനത്തിന് അബ്ദുള്ള അർഹനാണെന്നും എന്നാൽ അദ്ദേഹത്തെ തഴയുന്നത് വഞ്ചനയാണെന്നും ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി നിരത്തിലിറങ്ങിയത്. സതീശൻ മുഖ്യമന്ത്രിയായതോടെ പ്രതീക്ഷയിൽ പ്ലാച്ചിമടയിലെ സമരക്കാർ. കൊക്കക്കോള കമ്പനിയിൽ നിന്നും പ്ലാച്ചിമടക്കാർക്ക് നഷ്ടപരിഹാരം വാങ്ങി നൽകണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. പ്ലാച്ചിമട സമരസമിതിയും ഐക്യദാർഢ്യ സമിതിയുമാണ് VD സതീശന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം നൽകിയത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ 2011 കേരള നിയമസഭ ഐക്യകണ്ഠേനെ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ ബില്ല് പാസാക്കിയത്. ബില്ലിന് അംഗീകാരത്തിനായി അയച്ചെങ്കിലും 2015 ബിൽ കേന്ദ്ര മന്ത്രാലയം തിരിച്ചയച്ചു. പ്ലാച്ചിമടക്കാർക്ക് കൊക്കക്കോളയിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങി നൽകുമെന്ന് പറഞ്ഞാണ് 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. നഷ്ടപരിഹാരം വാങ്ങി നൽകാൻ പിണറായി ഇടപെടൽ നടത്തിയില്ലെന്നാണ് സമരസമിതിയുടെ ആരോപണം. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിൽ PBയിലും അതൃപ്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിപക്ഷ നേതാവായി നിർദ്ദേശിച്ച ശേഷം ചേർന്ന ഓൺലൈൻ PB യോഗത്തിൽ 5ലധികം അംഗങ്ങൾ പിണറായി വരുന്നതിനോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി. ഇളവ് നൽകി കേന്ദ്ര കമ്മിറ്റി നിലനിർത്തുന്ന പിണറായിയെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരുന്നത് സംഘടനാപരമായി ഉചിതമാകില്ലെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം ശക്തമായി ഉയർത്തിയത്. വർഷത്തിന് ശേഷം അബ്ദുൾ റഹീം നാട്ടിലേക്ക്. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സൗദി അറേബ്യയിലെ റിയാദിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ഒടുവിൽ നാട്ടിലേക്ക്. 20 വർഷത്തിന് ശേഷമാണ് റഹീമിന്റെ മോചനം സാധ്യമാകുന്നത്. മെയ് 20 നാട്ടിലെത്തിയേക്കുമെന്നാണ് സൂചന. റഹീമിന്റെ 20 വർഷത്തെ ശിക്ഷാ കാലാവധി മെയ് 19 പൂർത്തിയാകും. മരിച്ച ബാലന്റെ കുടുംബത്തിന് ദയാദനം നൽകി വധശിക്ഷ ഒഴിവാക്കുകയായിരുന്നു. മറ്റു വകുപ്പുകളിൽ 20 വർഷം തടവ് ശിക്ഷയായിരുന്നു വിധി. അതാണ് 19-ാം തീയതി അവസാനിക്കുന്നത്. ശബരിമലയിൽ ദേവസ്വം വിജിലൻസിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ശബരിമലയിൽ പൂജാസ്ഥാനങ്ങളുടെ പേരിൽ വർഷങ്ങളായി വൻ തട്ടിപ്പ് നടന്നതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. കുറഞ്ഞത് 1 ദശാബ്ദമായി തുടരുന്ന ഈ ക്രമക്കേടിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർക്ക് നിർണായക പങ്കുണ്ടെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളായിരുന്ന ഉദ്യോഗസ്ഥർ ഈ സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന കാലത്തും തട്ടിപ്പ് തുടർന്നുവെന്ന വിവരവും റിപ്പോർട്ടിലുണ്ട്. പോലീസിൽ വൻ അഴിച്ചുപണി. സ്റ്റേഷനുകളുടെ SHO സംവിധാനം
ഉടച്ചു വാർത്ത് സ്റ്റേഷൻ ഭരണം SIമാർക്ക് നൽകും. പകരം പഴയ സർക്കിൾ സംവിധാനം കൊണ്ടുവരാനാണ് തീരുമാനം. പ്രതിവർഷം 3000 FIR ഉള്ള സ്റ്റേഷനിൽ മാത്രം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടറായി തുടരും. എന്നാൽ B-C ക്ലാസ് സ്റ്റേഷനുകളിൽ SHO സംവിധാനം മാറി സ്റ്റേഷൻ ഭരണം SIമാർക്ക് നൽകാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച പദ്ധതി റിപ്പോർട്ട് സംസ്ഥാന DGP റവാഡ ചന്ദ്രശേഖർ തയ്യാറാക്കി. രാജധാനി എക്സ്പ്രസിൽ തീപിടുത്തം. തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിൽ രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപത്ത് വെച്ച് തീപിടുത്തം. ഇന്ന് പുലർച്ചെ 5:15 തീപിടുത്തം ഉണ്ടായത്. യാത്രക്കാരെ ട്രെയിനിൽ നിന്ന് ഒഴിപ്പിച്ചു. ആളപായമില്ലെന്നാണ് റിപ്പോർട്ട്. ട്രെയിനിലെ B1 കോച്ചിലാണ് ആദ്യം തീപിടുത്തമുണ്ടായതെന്നും പിന്നീട് മറ്റു കോച്ചിലേക്ക് തീ പടരുകയാണെന്നും യാത്രക്കാർ പറഞ്ഞു.